ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ തലമുടിയെ കുറിച്ചിട്ടാണ്. എൻ്റെ ഹെയർ കെയർ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനത് സംസാരിക്കാനുള്ള കാരണം എൻ്റെ മുടി ഒരു 70% നരച്ചതാണ്. അത് ഞാൻ എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്ന് നിങ്ങളും കൂടി അറിയണം. എനിക്ക് ഡൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്കൊരു 20 വയസ്സാകുമ്പോൾ തന്നെ എൻ്റെ തലമുടി നരക്കാൻ തുടങ്ങി. 20 വയസ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ തലമുടി നരക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ അന്നേരെ ഹെയർ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങി. ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് പ്രശ്നങ്ങളാണ്. ഒന്നും ത്രോട്ട് പെയിൻ, കെമിക്കൽ ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ത്രോട്ട് പെയിൻ വരും, ടോൺസിലൈറ്റിസ്, വായ്പഴുപ്പ്, നീരിറക്കം, ഇത് ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെയർ ഡൈ നിർത്തിയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ പിന്നെ രക്ഷയില്ലാതെ കൊണ്ട് കുറേ കാലം ഞാൻ മൈലാഞ്ചിയും അമരിയിലും ഒക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ മൈലാഞ്ചി അമരിയിലും ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ തലയിൽ മൊത്തം ഒരു റെഡ് കളറാണ് വരുന്നത്. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് മാറ്റിയിട്ട് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ കറുപ്പിക്കാൻ തുടങ്ങി. അതൊന്ന് എന്ന് പറഞ്ഞാൽ മുടി മുറിച്ച അന്ന് ഞാൻ എൻ്റെ തല കശ്മീരി ഹെന്ന ഉപയോഗിച്ചിട്ട് കറുപ്പിക്കും. കശ്മീരി ഹെന്ന അതും 10 മിനിറ്റ് മാത്രമേ ഞാൻ നിർത്തുള്ളൂ. ഒരുപാട് സമയം ഇങ്ങനെ തലയിൽ ഹെയർ ഡൈ അപ്ലൈ ചെയ്തിരിക്കുന്ന പരിപാടിയിൽ അപ്പോൾ എനിക്ക് നീരിറക്കം വരും. അതുകൊണ്ട് ഞാൻ കശ്മീരി ഹെന്ന, അവർ പറയുന്നത് നാച്ചുറൽ ഡൈ ആണ്. നാച്ചുറൽ ഡൈ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിലും കെമിക്കൽസ് എന്തായാലും ഉണ്ടാകും, പെട്ടെന്ന് കറക്കുന്നില്ല. അപ്പം കശ്മീരി എണ്ണ ഉപയോഗിച്ചിട്ട് അന്ന് മാത്രം മുടി മുറിച്ച അന്ന് മാത്രം ഞാൻ തല കറുപ്പിക്കും. അതിനുശേഷം ഞാൻ ഓരോ ആഴ്ചയും മൈലാഞ്ചിയാണ് അപ്ലൈ ചെയ്യുന്നത്. മൈലാഞ്ചി ഞാൻ എങ്ങനെയാണ് നീരിറക്കം ഇല്ലാതെ മൈലാഞ്ചി അപ്ലൈ ചെയ്യാൻ എന്താ വഴിയെന്ന് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മൈലാഞ്ചി ഞാൻ തലത്തേക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരികയാണ്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഇതാ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ അതാ നോക്കിയേ, അതിൻ്റെ അകത്ത് ഞാൻ 4 പനിക്കൂർക്ക ഇല, ഇത് പനിക്കൂർക്ക ഇല എന്നാണ് ഞാൻ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല, പനിക്കൂർക്ക ഇല 4 ഇടുകയാണ്. എന്നിട്ട് ജസ്റ്റ് തിളക്കണേ. അതെന്തിനാണ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നീരിറക്കമൊക്കെ വരും. ഇത് തലയിൽ മൈലാഞ്ചിയൊക്കെ തേക്കും നീരിറക്കമൊക്കെ വരുമ്പോൾ അത് കുറയ്ക്കാൻ ഈ പനിക്കൂർക്ക ഇലക്ക് പ്രത്യേക കഴിവാണ്. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അത് തിളക്കാൻ വെക്കണം. അവിടെ പനിക്കൂർക്കയില വെള്ളത്തിലിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞ് ഇനി അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇടണം. ഞാൻ ചായപ്പൊടി ഇട്ടിരിക്കണേ, 1/2 സ്പൂൺ ചായപ്പൊടി. അപ്പോൾ അതിനി നന്നായിട്ട് തിളക്കണം. ഈ മൈലാഞ്ചി പൊടി നമ്മളൊരു ബൗളിലേക്ക് എടുക്കണം. നമ്മൾ മൈലാഞ്ചി പൊടി എടുക്കുന്നതാണ് നല്ലത്. മറ്റേ പിന്നെ ഇല പറിച്ചിട്ട് നമ്മൾ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നീരിറക്കം വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഉണങ്ങിപ്പൊടിച്ച പൊടിയാകുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. 2 സ്പൂണ് മൈലാഞ്ചിപ്പൊടി എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഈ കാച്ചിയ ചായ ഇല്ലേ, പനിക്കൂർക്കയിലൊക്കെ ചേർത്ത് കാച്ചി, ഇപ്പം നല്ല കറുപ്പ് കളറില്ലേ ഈ ചായക്ക്, ബ്രൗൺ കളറ് പോലെയുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ചായപ്പൊടി ഇല്ലാതെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇതെടുക്കേണ്ടത്. ശരിക്കും ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ എടുക്കുക. മൈലാഞ്ചി റെഡിയായേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന മുമ്പേ നമ്മൾ ഒരു തോർത്തോ എന്തെങ്കിലും ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കളറായിരിക്കും, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ മാർബിളിട്ട തറയൊക്കെ ആണെങ്കിൽ അവിടെ വീണാലും പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഒരു പഴയ തോർത്ത് എടുത്തിട്ട് മേലിട്ടിരിക്കുകയാണ്. മേലൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ യൂഷ്വലി ഇത് ഞാൻ പുറത്ത് മുറ്റത്തു നിന്നാണ് ചെയ്യാറ്. കാരണം അവിടെ ആകുമ്പോൾ അങ്ങ് പുറത്തായാലൊന്നും പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ തറയിലായി കഴിഞ്ഞാൽ കളറ് വരും. അതുകൊണ്ട് മൈലാഞ്ചിയല്ലേ, അതുകൊണ്ട് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പിന്നെ ഇല്ലേ, ഈ മൈലാഞ്ചി അപ്ലൈ ചെയ്താൽ ഞാൻ കൂടുതൽ സമയം തലയിൽ വെച്ചിരിക്കില്ല, പെട്ടെന്ന് തന്നെ കഴുകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൈലാഞ്ചി എന്ത് തന്നെയായാലും നീരിറക്കം വരുവേ. അപ്പം നമുക്ക് തൊണ്ടവേദന അത് ഇതെല്ലാം ഉണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റ് മാത്രമേ ഞാൻ തലയിൽ വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച പിന്നെയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുടിയുടെ കളർ ഇതാ കിട്ടിയിരിക്കുന്നത്, ഒരു ബ്ലാക്കും ബ്രൗണും ഒക്കെ ചേർന്നൊരു കളർ. എൻ്റെ തലയിൽ ഇപ്പോഴും മുടിയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചിയും പിന്നെ ഇങ്ങനെ താളിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളെപ്പോഴും കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. തലയിൽ മുടിയുണ്ടെങ്കിലല്ലേ നമുക്ക് കളറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മുടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കും.